പ്രിയ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, പവർ ഡെമോക്രസിയുടെ ചാനലിലേക്ക് ഞാൻ നിങ്ങളെ എവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാണ്. എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ സൂക്ഷിക്കുന്നത് വളരെ ലളിതവും അടിസ്ഥാനപരവുമായ 3 കാര്യങ്ങളാണ്. സ്വന്തം മനസ്സിൻ്റെ ഉടമസ്ഥാവകാശം, യഥാർത്ഥ ജനാധിപത്യം, സ്വാതന്ത്ര്യം എന്നിവയാണ് ഈ 3 കാര്യങ്ങൾ. ഈ സന്ദർഭത്തിൽ പവർ ഡെമോക്രസിക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാത്രമേ നിങ്ങളോട് സംസാരിക്കുവാൻ കഴിയൂ. നിങ്ങൾ ഇലക്ഷനിൽ പങ്കെടുക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് അത് ബോധപൂർവം നിർവഹിക്കുക എന്നത്. കാരണം നിങ്ങൾ വിവേകശൂന്യമായി നൽകുന്ന ഒരു വോട്ട് സ്വന്തം വ്യക്തിജീവിതവും പൊതുജീവിതവും ദുരിതപൂർണ്ണമാക്കുകയും പൊതുസമൂഹത്തെ ദുഷിക്കുകയും ചെയ്യും. മാത്രമല്ല, അനർഹരായ അധികാര ദുർമോഹികൾക്ക് അതിലൂടെ നിങ്ങൾ അടിമകളാകുകയും ചെയ്യും. ഇത് തികച്ചും ലജ്ജാകരമായ അടിമ ജനാധിപത്യവും അടിമത്വ രാഷ്ട്രീയവുമാണ്. നിങ്ങൾ സ്വന്തം മനസ്സിൻ്റെ ഉടമസ്ഥാവകാശം മറ്റുള്ളവർക്ക് നൽകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അധികാരത്തിൻ്റെയും ഭീഷണിയുടെയും സ്വരങ്ങളും മോഹന വാഗ്ദാനങ്ങളും ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും കൊണ്ട് നിങ്ങളെ നിരന്തരം വഞ്ചിക്കുന്നവരുമായി സംയോജിക്കുന്നത് നിങ്ങളോടും പൊതുസമൂഹത്തോടും ചെയ്യുന്ന വഞ്ചനയാണ്. ഇത് ജനാധിപത്യമല്ല, തികച്ചും ലജ്ജാകരമായ അടിമത്വമാണ്. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും പേരിൽ രംഗത്ത് വരുന്നവർ വ്യക്തിജീവിതം ദുഷ്കരമാക്കുകയും പൊതുസമൂഹത്തെ ദുഷിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എതിർക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഭാവിയിൽ അതിന് വലിയ വില നൽകേണ്ടി വരും. അതിൻ്റെ പ്രധാന കാരണം അധികാരം എപ്പോഴും ആവശ്യപ്പെടുന്നത് ജനങ്ങളുടെ സന്തോഷവും ആഗ്രഹങ്ങളും ഇവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ആയിരിക്കണം എന്നതാണ്. ജനങ്ങളുടെ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും അധികാരത്തിന് അടിയറ വയ്ക്കാനുള്ളതല്ല. എങ്കിലും ബഹുഭൂരിപക്ഷം ജനങ്ങളും അടിമ ജനാധിപത്യത്തിനും അടിമത്വ രാഷ്ട്രീയത്തിനും ഉടമകളായിത്തീരുന്നു. ഇവർ ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരാണെന്ന സത്യം അവർ വിസ്മരിക്കുകയും ചെയ്യുന്നു. ജനങ്ങൾ സ്വന്തം മനസ്സിൻ്റെ ഉടമകളായിരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ജനാധിപത്യം സാധ്യമാകുന്നത്. ഇത് ജനങ്ങളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നതിനും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിനുമായി പവർ ഡെമോക്രസി നിരവധി പദ്ധതികൾ പ്രാവർത്തികമാക്കുകയാണ്. പവർ ഡെമോക്രസി എന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ്. ജനങ്ങളുടെ ശക്തിയാണ് ജനാധിപത്യത്തിന് അടിസ്ഥാനം. ജനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായി അവരുടെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിക്കുന്നതാണ്. ഇപ്പോൾ ഇലക്ഷന് മുമ്പ് വോട്ടർമാർ പാലിക്കേണ്ട ചില പ്രമാണങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. 1. മോട്ടീവ് എന്തെന്ന് നാം ആദ്യം മനസ്സിലാക്കുക. ഇത് പറയുന്നയാളിന് എന്ത് ലാഭം, അതാണ് ആദ്യം നാം നോക്കേണ്ടത്. പവർ, വോട്ട്, പണം, ലൈക്ക്, ഗ്രൂപ്പ് സ്വാധീനം. 2. പരസ്യം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന വികാരം 3 സെക്കൻഡ് നിരീക്ഷിക്കുക. ഭയം, ദേഷ്യം, അനുകമ്പ ഇവയുണ്ടാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉടൻ വിശ്വസിക്കുക. 3. സോഴ്സ് കണ്ടെത്തുക, ക്രോസ് ചെക്ക് ചെയ്യുക. ആരാണ് പറയുന്നത്, മറുപക്ഷം എന്തു പറയുന്നു? സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കേണ്ട. 4. ഗ്രൂപ്പ് തിങ്കിങ് ടെസ്റ്റ്. എൻ്റെ ഗ്രൂപ്പ് പറയുന്നത് കൊണ്ടാണോ ഞാൻ വിശ്വസിക്കുന്നത്? അത് എങ്കിൽ ജാഗ്രത. 5. ഡിജിറ്റൽ ബൗണ്ടറി. വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള 5-10 പേരെ മാത്രം ഫോളോ ചെയ്യുക. ദിവസം അരമണിക്കൂർ മാത്രം ഇത്തരം കണ്ടൻറ്റുകൾ നിരീക്ഷിക്കുക. 6. എൻ്റെ മനസ്സ് എൻ്റേതാണ്, വാക്കുകൾക്ക് ആതിഥ്യം മാത്രം നൽകുന്നു. 7. ഇവ ദീർഘകാലം നിലനിൽക്കാൻ പര്യാപ്തമാണോ എന്ന് പരിശോധിക്കുക. 2, 3, 4 മാത്രം ഉപയോഗിച്ചാലും 80% വഞ്ചന ഒഴിവാക്കാം. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇനി ഇലക്ഷന് ശേഷം എങ്ങനെ ജനാധിപത്യം സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കുകയും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.